മൃദുല സിനിമയിലേക്കുള്ള വരവ് വളരെ ചെറുപ്രായത്തിൽ തന്നെ നല്ലൊരു അവസരം കിട്ടി. ശരിക്കും ആദ്യത്തെ സിനിമ അൽഫോൺസ് സാറിന്റെ ബിഗ് ബി. അൽഫോൺസ് സാർ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ബിഗ് ബി എന്ന് പറഞ്ഞ മൂവിയിൽ തന്നെയാണ് ഒരു വാക്കും മിണ്ടാതെ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. സാറിന്റെ കൂടെ ഒരു ഡ്യുവറ്റ് സോങ് തന്നെയാണ്. ഇനി നമ്മള് മൃദുലയുടെ സിനിമയിലേക്കുള്ള പ്രവേശനമാണ്. അങ്ങനെ മൃദുല വളരെ അറിയപ്പെടുന്ന ഒരു പിന്നണി ഗായികയായിട്ട് ഉരുത്തിരിയുകയാണ്. ഒരു വാക്കും മിണ്ടാതെ ഒരു നോവായി മായല്ലേ വെറുതെ മിഴി രണ്ടും തേടുന്നു മനമെന്നും തേങ്ങുന്നു എവിടെ കണ്ണീരിൻ പാട്ടായി ഇനിയെന്നും നനനാനാനോവലേ ഒരു വാക്കും മിണ്ടാതെ ഒരു നോവായി മായല്ലേ വെറുതെ ഒരു പിന്നണി ഗായികയായി മാറിയപ്പോ എങ്ങനെയായിരുന്നു മൃദുല? ചിത്രമൊക്കെ മാറി തുടങ്ങിയ, അതായത് ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയില്ല ഇതാ സിനിമയിലെ പാട്ടൊക്കെ പാടി തുടങ്ങുന്ന ആളാണ്. സിനിമയിൽ പാട്ട് പാടുക എന്ന് പറയുന്നാൽ വേറൊരു സ്റ്റേച്ചറാണ് അല്ലേ? അമ്മ പറഞ്ഞ പോലെ വലിയ വിജയങ്ങളിൽ അഹങ്കരിക്കാതെ വലിയ പരാജയങ്ങളിൽ മനസ്സ് മടിപ്പിക്കാതെ ലൈലാൻഡ് വണ്ടി പോകുന്ന പോലെ അതുപോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതെ സാർ, ഒന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ലക്കും ദൈവാനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാലും ഇവിടെ വരെ എത്തിയതിൽ തന്നെ വളരെ സന്തോഷം. ഒന്നും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് ഓരോ പാട്ടുകളും. ഇത്രേ ഉള്ളൂ. ട്രാക്ക് പാടാൻ വിളിച്ചിട്ട് പാട്ട് പാടിച്ച പോലെ ഇത് സിനിമയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നോ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ? ലാലി ലാലി പാടാൻ പോയ സമയത്തായിരുന്നു അതൊരു ട്രാക്ക് പാടാന്നുള്ള പോലെയാണ് വിളിച്ചിരുന്നത്. പക്ഷെ അത് ഫൈനൽ ട്രാക്കിൽ ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര ആ പാട്ടിലേക്ക് വരാം. അതിനു മുമ്പ് ഇവൻ മേഘരൂപനിൽ നല്ലൊരു പാട്ട് പാടി. എനിക്ക് തോന്നുന്നു മൃദുല എന്നുള്ള ഗായിക ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാട്ടായിരുന്നു അത് അല്ലേ? ശരത് സാറിന്റെ കമ്പോസിംഗ് ആണ് ഇവൻ മേഘരൂപൻ എന്ന് പറഞ്ഞ മൂവിയിൽ. വളരെ ഒരു ഫോക്കിഷ് എലമെന്റ് ഉള്ള ഒരു ജോബിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു നാടൻ പാട്ടിന്റെ ഒരു പശ്ചാത്തലം അതിനകത്തുണ്ടായിരുന്നു. നമുക്ക് മൃദുലയെ കൊണ്ടത് പാടിച്ചാലോ? മറിമായൻ കവിയല്ലേ നേരെ വാ നേരെ പോ പൊന്നേ കണ്ണോണ്ടും ഉള്ളോണ്ടും കുടിക്കും താന്തോ നീ തതത്താഴെ വീണാൽ താങ്ങുകില്ലേ നീ മതമൊടു കൊതിയൊടു തേൻ കുടിക്കാൻ വണ്ടു വന്നാലോ ജോബും മടിച്ചിരുന്നില്ല. ജോബും ഈ പറഞ്ഞ റിയാലിറ്റി ഷോയുടെ പ്രതലത്തിൽ നിന്ന് സിനിമയിലേക്ക് ഒരു ചാട്ടം ചാടി. നമ്മൾ നേരത്തെ കണ്ട ആ ചാട്ടത്തിനേക്കാളും വലിയൊരു ചാട്ടമായിരുന്നു. എങ്ങനെയാണ് ജോബെ സിനിമയിലേക്കുള്ള വരവ്? അതില് പാടുന്ന സമയത്ത് തന്നെ വിനയൻ സാർ ഒരു പാട്ട് ഓഫർ ചെയ്തിരുന്നു. ആൽഫോൺസ് ചേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കാറ്റ് എന്ന് പറഞ്ഞ സിനിമയില്. അപ്പൊ അതാണ് ചേച്ചിയായിട്ട് ചിത്രേച്ചിയായിട്ട് പാടിയൊരു പാട്ടാണ്. വരട്ടെ കാണിച്ചു. ആഷിഖിന്റെ പടങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. 22 FK, പിന്നെ ഇടുക്കി ഗോൾഡ്. നോക്കട്ടെ, നമുക്ക് മൃദുലയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് എനിക്കൊന്ന് കളിമണ്ണിലെ പാട്ട്. അതാണ് എനിക്ക് തോന്നുന്നു മൃദുലക്ക് എങ്ങനെയോ ഭാഗ്യത്തിന്റെ നേർരയിൽ വന്നൊരു പാട്ടാണ് അല്ലേ? ആ പാട്ട് കിട്ടുമെന്നൊന്നും മൃദുല വിചാരിച്ചിരുന്നില്ല. പക്ഷെ അത് വന്ന് ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ജയചന്ദ്രൻ സാറിന്റെ അടുത്ത് കടപ്പെട്ടിരിക്കണം. അങ്ങനെ ഒരു സോങ് തന്നെ ധൈര്യത്തോടെ ഏൽപ്പിച്ചതിൽ പാടിക്കഴിഞ്ഞപ്പോൾ സാറ് സാറ്റിസ്ഫൈഡ് ആയി. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഇപ്പോഴും. ആ പാട്ട് മൃദുലയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങളൊക്കെ വാങ്ങി തന്നു. ഒരുപാട് ബഹുമതികള്, പുരസ്കാരങ്ങള്. മൃദുല വലിയൊരു
ജോബെ സീനിയർ ഗായികയായി മാറിയതോടെ അയ്യോ അല്ല, അംഗീകാരങ്ങൾ എപ്പോഴും നമുക്കൊരു ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ആണല്ലോ. വലിയൊരു കോൺഫിഡൻസാണ് നൽകിയത്. നമുക്ക് പാട്ട് ഈ പാട്ടെല്ലാം വന്ന ശേഷമാണ് ചില ആൾക്കാർ പറഞ്ഞു മലയാളത്തില് ശ്രേയാ ഘോഷലാണ് ജോബ് കേട്ടിട്ടുണ്ടോ? ഈക്വലി ഗുഡ് അല്ലേ? ഈക്വലി ഗുഡ് അല്ലേ? അല്ല അങ്ങനെയല്ല, നമ്മളെല്ലാരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വോക്കലിസ്റ്റ് ആണ് ശ്രേയാജി. പക്ഷെ ടോൺ സിമിലാരിറ്റി ഒക്കെ ഉണ്ട്. മൃദുലയായിട്ട് അല്ലെങ്കിൽ ശ്രേയാ ഘോഷലുമായിട്ട് മൃദുലയ്ക്കൊരു സാമ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. രണ്ടുപേരും ശബ്ദത്തില്, ടോണില്, ടെണറില്, അതിന്റെ രീതികളില് ഒക്കെ അങ്ങനെ വല്ല തോന്നിയിട്ടുണ്ടോ? അറിയില്ല സാർ, അങ്ങനെ ഉണ്ടായോ? പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. അറിയാതെ വന്നതായിരിക്കും, എനിക്കറിയില്ല. ഞാനൊരു ഫാനാണ് ശ്രേയാജിയുടെ. അവരുടെ വോയിസ് ഭയങ്കര ഫാനാണ്. അയ്യോ, ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. പാട്ടിൽ ഈ പാട്ടിൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള തോടെ ബദ്മാഷ് ഹുത്തും. എന്തായാലും മലയാളത്തിലെ ശ്രേയാ ഘോഷൽ എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അത് വലിയൊരു വിശേഷമാണ്. എന്താ കാരണം വെച്ചാൽ ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗായികയുമായിട്ട് മൃദുലേനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജോബ് പോലും അംഗീകരിച്ചു തന്നിരിക്കുന്നത്. ജോബൊക്കെ അക്കാര്യത്തിൽ കുറച്ച് മിതത്വം പാലിക്കുന്ന ആളാണ്. പക്ഷെങ്കിൽ പോലും അത് ആ ഒരു പദവി കൊടുക്കാൻ തയ്യാറാണല്ലോ ജോബെ. നമ്മൾ ഒത്തിരി വർഷമായിട്ട് കേൾക്കുന്നല്ലേ. വെരി വെരി ടാലന്റഡ് ആൻഡ് ഹോപ്പ്ഫുള്ളി ആ ലെവലിലേക്ക് തന്നെ ഇന്ത്യൻ മ്യൂസിക്കിൽ അറിയപ്പെടട്ടെ. ഉയരേണ്ട ആളാണ് അല്ലേ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഞങ്ങളെല്ലാം കൂടെ പ്രോത്സാഹിപ്പിക്കുക. ജോബിന്റെ വളരെ ഹിറ്റായ ഒരു പാട്ടാണ്. എനിക്ക് തോന്നുന്നത് ഹണിബീലാണോ അത്? ഇന്നലകളെ ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കാണാ കനവു തരുമോ കൂടെ വരുവാ ചിറകു തരുമോ ഇന്നലകളെ തിരികെ വരുമോ കനവിനഴകെ പിറകെ വരുമോ ഒന്നു കാണാ കനവു തരുമോ കൂടെ വരുവാ ചിറകു തരുമോ. മുദ്രാനേപ്പോ ശ്രേയാ ഘോഷൽ എന്നൊക്കെ പറഞ്ഞ് ആരും വേണ്ട ഇതാ പറഞ്ഞു കഴിഞ്ഞു. കൈലാഷ് ഇൻഫ്ലുവൻസസ് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാവരും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആർട്ടിസ്റ്റുകൾ. അതുപോലെയൊക്കെ ഒരിക്കലും നമുക്ക് ആവാൻ പറ്റുമെന്നുള്ള വിശ്വാസമൊന്നുമില്ല. ബട്ട് എന്നാലും ശ്രമിക്കാമല്ലോ. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ പോയാൽ മതി എന്നൊക്കെയാണ് ജോബ് പറയുന്നെങ്കിൽ പോലും ഒരുപാട് മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ജോബിനുണ്ട് അല്ലേ?
ജോബിന് സംഗീതത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പരീക്ഷണം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഒരു മോശം ലെവലിലായിരിക്കും ചില സമയത്ത്, ക്രിട്ടിക്കായിട്ട് ഭയങ്കര ടെൻസ്ഡ് ആവുന്ന ഒരു വ്യക്തിയാണ്. അതെന്നെ ചില സമയത്ത് എന്താ പരോക്ഷമായി ബാധിക്കാറുണ്ട്, സ്റ്റേജിലും ഒക്കെ ആയിട്ടും. പക്ഷെ ചില ദിവസം റിയലി ഇൻ ദാറ്റ് സ്ലോട്ട് നന്നായി പെർഫോം ചെയ്യാനും പറ്റാറുണ്ട്. ജോബ് ചില സമയത്ത് കണ്ണാടി നോക്കിയിട്ട് ജോബിനെ വിമർശിക്കില്ലേ? വിമർശിക്കുമ്പോൾ ഏറ്റവും ജോബിന്റെ സ്വഭാവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്താണ്? ഇഷ്ടപ്പെടാത്ത ഭയങ്കര ഹെസിറ്റൻ്റ് ആണ്. ഒരു അത് ശരിയാവോ ഇത് ശരിയാവോ അങ്ങനത്തെ ഒരു തോട്ട്, അത് മാറ്റണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. വിട്ടുപിടിക്കുന്ന ഒരു പരിപാടി കുറവാണ്. എപ്പോഴും ഇങ്ങനെ അയ്യോ അത് ശരിയായില്ല ഇവിടെ ശരിയായില്ല, അത് മാറ്റണം എന്ന് ചിന്തിക്കാറുണ്ട്. അങ്ങോട്ട് റബ്ബർ പന്ത് പോലെ അങ്ങോട്ട് തുള്ളണം ജോബെ. കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അങ്ങനെ ഒരു ഹെസിറ്റേഷൻ വന്നു കഴിഞ്ഞാണല്ലോ പലതും നമുക്ക് നഷ്ടപ്പെടും. ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു മോശം വശം എനിക്ക് വശം ഇത് പല ആൾക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? പലരും നമ്മളെ ഇഷ്ടമുള്ള ഒത്തിരി പേര് അഭ്യുതകാംക്ഷകളും നമ്മളെ ഏറ്റവും ചേട്ടന്മാരെ പോലെ കാണുന്നവരും ഒക്കെ പറയും, നീ എന്തിനാണ് ഉള്ളിലോട്ട് വലിക്കുന്നത്? യു ഹാവ് ടു കം ഔട്ട് ഗോ അഹെഡ് ആൻഡ് ഗിവ് യുവർ ബെസ്റ്റ്. മൃദുല, ഇതാണോ പിന്നെ ജോബിന്റെ സ്വഭാവത്തിൽ കാണുന്ന ഒരു പ്രത്യേകത? ജോബേട്ടന്റെ മാത്രല്ല എന്റേതും അല്ല, മൃദുല വളരെ സീസൺഡ് ഗായികയാണെങ്കിൽ പോലും മൃദുല ഇപ്പൊ ഞാൻ മൃദുലനെ എത്രയോ വർഷമായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. ഒരു 10 വർഷത്തിലേറെയായി, 10 അതിന് മുമ്പായി മൃദുല ഞാനൊക്കെ ഉള്ള വേദിയിലൊക്കെ പാടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം മൃദുല കോഴിക്കോട്. അപ്പൊ ഈ മലബാറിലുള്ളവർക്ക് ഒരു പ്രത്യേക സ്വഭാവം, ഞാൻ കണ്ണൂരുകാരനാണ്. അതായത് ഒന്ന് പുറകോട്ട് ഒന്ന് ചെറുങ്ങനെ പറയും. അതല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പാടാം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ശരിയായിക്കോളൂ. അപ്പൊ മൃദുല അങ്ങനെ അതിന്റെ ഒരു ത്രഷോളിൽ നിൽക്കുകയാണ്. ഇപ്പൊ വേണേ ബ്രേക്ക് ചെയ്യാൻ, വേണേ ബ്രേക്ക് ചെയ്യണ്ട. അല്ല, ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് അല്ല ഇറങ്ങി തിരിച്ച് അങ്ങനെ അപ്രണ്ട് വരത്തില്ല. പക്ഷെ എന്നാലും എനിക്ക് വഴക്ക് കിട്ടാറുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്തുനിന്നും പേരൻസിന്റെ അടുത്തുനിന്നും എന്റെ ബ്രദറിന്റെ അടുത്തുനിന്നും ഒക്കെ വഴക്ക് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് പുറകോട്ട് വലിയുന്നു എന്നുള്ളൊരു പുഷ് ചെയ്യണം. ദീപക് ദേവ് സാറിന്റെ അടുത്ത് എപ്പോഴും പറയും, താൻ എൻ്റെ കൂടെ ഒരു 6 മാസം ഞാൻ തന്നെ ശരിയാക്കി തരുന്നു, എൻ്റെ ടെൻഷനൊക്കെ ഞാൻ മാറ്റി തരുന്നുണ്ട്. സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പറഞ്ഞ ഹെസിറ്റൻസി മാറാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പുള്ളിയെ മറക്കാനായിട്ട് പറ്റത്തില്ല.